നമ്മുടെ മുതിർന്ന സ്ത്രീകൾക്ക് എപ്പോഴും ആശങ്ക ഉള്ള ഒരു കാര്യമാണ്, വയറ് കൂടി വരുന്നുണ്ടല്ലോ ഡോക്ടറെ, വയറിൽ മുഴ എന്തോ ഉണ്ടോ എന്ന് നോക്കി തരുമോന്ന്. സ്ത്രീകൾ 40 വയസ്സ് കഴിഞ്ഞ് ആർത്തവ വിരാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ ആകൃതി, അതായത് ഷേപ്പിന് എന്തായാലും മാറ്റം സംഭവിക്കും. ശരീരത്തിലെ കൊഴുപ്പ് താഴോട്ട്, അതായത് അരക്കെട്ടിലോട്ടും വയറിലോട്ടും നീങ്ങുകയും ബെല്ലി ഫാറ്റ് ഫോം ചെയ്യുകയും ബോഡി ഷേപ്പ് മാറുകയും ചെയ്യും. അപ്പോഴാണ് സ്ത്രീകൾക്ക് തോന്നുന്നത് വയറിൽ എന്തോ പ്രശ്നമുണ്ട്, വയറിങ്ങനെ കൂടി വരുന്നുണ്ട്, വയറ് ഭയങ്കര കട്ടിയാണല്ലോ എന്നൊക്കെ. ഇനി ഈ ഫാറ്റിൻ്റെ കൂടെ വിസറൽ ഫാറ്റും കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു മെഷർമെൻ്റ് ഉണ്ട്. ചെറിയൊരു മെഷർമെൻ്റ് ആണ്. പൊക്കിളിൻ്റെ ചുറ്റും ഒന്ന് അളന്ന് നോക്കുക മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട്. അത് 35 ഇഞ്ചോ അതിൻ്റെ മേലെയോ ആണെങ്കിൽ നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് ഉണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ബെല്ലി ഫാറ്റ് കൂടാൻ കാരണം എന്ന് നമ്മൾ അറിയണം. ഒന്നാമത്തെ കാരണമാണ് ശാരീരിക അധ്വാനം കുറഞ്ഞു വരിക. 2 ഹോർമോണൽ ചേഞ്ചസ്. 3 സ്ട്രെസ് ലെവൽ, അതായത് മാനസിക സമ്മർദ്ദം കൂടി വരിക. 4-മത്തേതാണ് ഉറക്കത്തിൻ്റെ കുറവ്. പിന്നെ ചില മരുന്നുകളും. ഒന്നാമതായി നമ്മൾ ഹോർമോൺ തന്നെ ഒന്ന് നോക്കാം. ആർത്തവ വിരാമം അടുക്കുമ്പോൾ സ്ത്രീകൾ വളരെ സങ്കീർണമായ ഒരു ഹോർമോൺ വ്യതിയാനത്തിലൂടെയാണ് കടന്നു പോവുക. കാരണം ഈ ഹോർമോണുകൾ, ഒരു കാര്യം പറയാട്ടോ, ഈ ഹോർമോണുകൾ ചില്ലറക്കാരല്ല കേട്ടോ. മാസമുറയുള്ള സമയത്ത്, അതായത് ഗർഭം, പ്രസവം ഇതൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ശരീരത്തിലുള്ള ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായും ചിട്ടയായും കൈകാര്യം ചെയ്യുക. പക്ഷേ സ്ത്രീകൾ ആർത്തവ വിരാമത്തിലോട്ട് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 2 ആൾക്കാരും മെല്ലെ ബാക്ക് ബെഞ്ചിലോട്ട് പോകും. എന്നിട്ട് പിന്നെ മുന്നിലോട്ട് ആരാ വരിക? ടെസ്റ്റോസ്റ്ററോൺ. ഇവരാണ് പുരുഷ ഹോർമോൺ. മൂപ്പര് ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. മൂപ്പരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഈ കൊഴുപ്പ് എവിടെ കൊണ്ടുപോയി സെറ്റിലാക്കണമെന്ന് മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഈ അരക്കെട്ടിലോട്ടും വയറിലോട്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത്. അതുമാത്രമല്ല, വേറൊരു ഹോർമോണിൻ്റെ ഒരു പ്രശ്നം വരും, അതായത് ലെപ്റ്റിൻ. അതായത് നമ്മുടെ വിശപ്പിന് ശമനം തരുന്നത്. ഇനി കഴിച്ചത് മതി, എണീറ്റ് പോടോ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. അതായത് ലെപ്റ്റിൻ ഹോർമോൺ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? വിശപ്പിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, കൊഴുപ്പും കൂടും, വയറും കൂടും, അല്ലേ? ഉറക്കില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ഉണ്ടൊരു ഹോർമോൺ ഗ്രലിൻ. അതായത് ഇത് ഹങ്കർ ഹോർമോണാണ്. ഇതിൻ്റെ അളവ് കൂടും, വിശപ്പ് കൂടും, ഭക്ഷണം കൂടുതൽ കഴിക്കും, അങ്ങനെ വയറും ചാടി വരും. ഇനി മാനസിക പിരിമുറുക്കവും വെയിറ്റ് കൂടുതലും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെയും ഉണ്ടൊരു ഹോർമോൺ കോർട്ടിസോൾ. അതായത് നമുക്ക് മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ രാത്രി ഉറക്കം കുറയും. രാത്രി ഉറക്കം കുറഞ്ഞാൽ എന്ത് ചെയ്യും? പകല് ക്ഷീണം വരും, വിശപ്പ് കൂടും. അപ്പം എന്താണെന്നൊന്നും നോക്കൂല, കിട്ടുന്നത് നമ്മൾ കഴിക്കും. വിശപ്പിന് പരിഹാരം എന്താണ്? കയ്യിൽ കിട്ടുന്നത് തിന്നല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? വെയിറ്റ് കൂടും, കൊഴുപ്പ് കൂടും, അല്ലേ? സ്ത്രീകളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക പരമപ്രധാന കാര്യങ്ങളും ചെയ്യേണ്ട സമയമാണ് ഈ മെനോപോസൽ ടൈം. അതായത് മക്കളൊക്കെ ചിലപ്പോൾ പഠിക്കാനായി ദൂരെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കല്യാണമാവാം, പിന്നെ അവരുടെ ജോലിയാവാം, അതുപോലെ തന്നെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചികിത്സ, അവരുടെ ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ നോക്കേണ്ട പ്രായത്തിൽ തന്നെയാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? മെനോപോസും കൂടെ സംഭവിക്കുന്നത്. ഈ സമയത്താണ് എല്ലാ ഹോർമോണുകളുടെയും ഒരു സുനാമി നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുക. അപ്പം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഭക്ഷണം എന്താണ് എപ്പോഴാണെന്നൊന്നും നോക്കൂല, എന്താണ് കിട്ടുന്നത് അത് കഴിക്കും. നമ്മളെപ്പറ്റി പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കൂല, വലിയ കെയറൊന്നും കൊടുക്കൂല. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ. ഇനി മെഡിക്കേഷൻസിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. 2 മെഡിക്കേഷൻസ്, അതായത് ഡിപ്രഷൻ്റെ മെഡിക്കേഷനും അതുപോലെ തന്നെ പ്രഷറിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷനും ബെല്ലി ഫാറ്റ് കൂടാൻ സാധ്യത ഉണ്ടാക്കും. ബെല്ലി ഫാറ്റ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞതുപോലെ തൊലിയുടെ അടിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുക. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്, അയാളെപ്പറ്റി നിങ്ങൾ അറിയില്ല. അയാൾ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ആളാണ്, പുറത്ത് കാണൂല, ഇൻവിസിബിൾ ആണ്. ഈ ഫാറ്റിനെയാണ് എന്ത് പറയുന്നത്? ആന്തരിക ഫാറ്റ്, അതായത് വിസറൽ ഫാറ്റ്. ഇവരെന്താ എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ കുടലുകളുടെ ഇടയിൽ, ആന്തരിക അവയവങ്ങൾ, ലിവർ, കിഡ്നി, ഹാർട്ട്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഇവയുടെ
അകത്തിലും പുറത്തും അതുപോലെ തന്നെ ചുറ്റുമൊക്കെ അടിഞ്ഞു കൂടുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ്. ഇവനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ അളന്നു നോക്കിയില്ലേ, അതാണ് ഈ ഫാറ്റ്. ഓക്കെ, ഇനി ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയാൽ എന്തൊക്കെ അപകടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, കൊളസ്ട്രോൾ കൂടും, ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടും, ഹാർട്ട് ഡിസീസ് വരും, രക്തധമനികൾ കൊഴുപ്പ് കൊണ്ട് അടിഞ്ഞു പോകും, ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ സ്ലീപ്പ് അപ്നിയ വരും, സ്ട്രോക്ക്, ഫാറ്റി ലിവർ, ടൈപ്പ് 2 ഡയബറ്റീസ്, ചിലതരം ക്യാൻസറുകൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരിലുള്ള ഹൃദയാഘാതം, ഇവയ്ക്കൊക്കെ കാരണം എന്താണ്? വിസറൽ ഫാറ്റാണ്. എങ്ങനെ നമുക്ക് വിസറൽ ഫാറ്റ് കുറക്കാൻ പറ്റും? ആദ്യമായി പറയട്ടെ, വിസറൽ ഫാറ്റ് കുറക്കാൻ ഒരു മാജിക്കും നിലവിലില്ല. നിങ്ങൾ കഴിവതും ഒരു 5 മുതൽ 10% വരെ വെയിറ്റ് കുറച്ചാൽ തന്നെ മിക്ക റിസ്ക് ഫാക്ടറും കുറഞ്ഞു വരും. അതായത് ഒരു 70 കിലോയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 5 മുതൽ 7 കിലോ വരെയെങ്കിൽ നിങ്ങൾ കുറച്ചാൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒരു പരിധിവരെ ശമനം കിട്ടും. വെയിറ്റ് കുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഭക്ഷണത്തിലുള്ള ക്രമീകരണം. അത് നമുക്ക് ഈ പ്രായത്തിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മെറ്റബോളിസം, അതായത് നമ്മുടെ ഇന്ധനങ്ങളുടെ ഉപയോഗം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ് ഈ സമയത്ത്. അപ്പം ചിലവ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യത്തിനധികം സമ്പാദിച്ചു കൂട്ടേണ്ടതല്ലേ? അതുകൊണ്ട് ചെറുപ്രായത്തിൽ കഴിക്കുന്നത് പോലെ, ചെറുപ്പക്കാർ കഴിക്കുന്നത് പോലെ ഈ പ്രായത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം മുമ്പിൽ കണ്ടാൽ പിന്നെ പ്രായ വ്യത്യാസം ആരും ശ്രദ്ധിക്കലില്ല, ശരിയല്ലേ? എന്തായാലും കൂടുതലും പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇലവർഗ്ഗങ്ങൾ, കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ദയവ് ചെയ്ത് കുറക്കുക. സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, മധുരമുള്ള പാനീയങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ബേക്കറി സാധനങ്ങൾ, എണ്ണക്കടികൾ, ബിരിയാണി, നെയ്ച്ചോറ്, റെഡ് മീറ്റ് ഇവയൊക്കെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് അത് നല്ല വേഗത്തിൽ ബ്രിസ്ക് വാക്കായി നടക്കാൻ ശ്രമിക്കുക. ഇനി ഡയറ്റിംഗ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സുസ്ഥിരതയോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ മധുരം കുറച്ച്, അന്നജം കുറച്ച്, കൊഴുപ്പുള്ള ഭക്ഷണം കുറച്ച്, ആ രീതിയിൽ നിങ്ങൾ ഡയറ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആരോഗ്യമുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണവും അതിനൊപ്പം തന്നെ ശാരീരിക വ്യായാമവും ചെയ്താലാണ് മാജിക് സംഭവിക്കുക. എക്സർസൈസിൽ ചെയ്യേണ്ടത് വെയ്റ്റ് ലിഫ്റ്റിങ്ങും വെയ്റ്റ് ട്രെയിനിങ്ങും കാർഡിയോ എക്സർസൈസുമാണ് നല്ലത്. പിന്നെ നടത്തം വളരെ നല്ല എക്സർസൈസാണ്. നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ നടക്കണം. അതായത് ബ്രിസ്ക് വാക്കിംഗ്, വേഗത്തിൽ നടക്കുക, കയ്യും കാലും വീശി നടക്കുക. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒരു 70% കൂടണം. അപ്പോൾ മാത്രമേ ഈ നടത്തം കൊണ്ട് നമുക്ക് ഫലം കിട്ടുള്ളൂ. ഇത് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് വലിയ ഫലമൊന്നും കിട്ടില്ല. അടുത്തത് ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ആണ്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉറക്കത്തിലെ പ്രശ്നം പരിഹരിക്കാം, കുറച്ചും കൂടെ എനർജറ്റിക് ആയിരിക്കും, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ കുറയും. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് എടുക്കാൻ പറ്റുക എന്ന് നോക്കാം. ഒന്നാമതായി പെരിമീനോപോസൽ സ്റ്റേറ്റിലുള്ളവർ, മെനോപോസ് കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ 60 വയസ്സിന് താഴെയുള്ളവർ, ഇവർക്കൊക്കെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ട്രൈ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശിക്കുന്നത് പോലെ വളരെ സ്ട്രിക്റ്റായിട്ട് മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. ഇനിയാണ് മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നല്ല പോഷക സമൃദ്ധമായ ഹൈ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സർസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കരുത്, ഒരു കൗൺസിലറെ പോയി കാണുക. പിന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ചാരിറ്റി വർക്ക്, ഇഷ്ടമുള്ള ഹോബികൾ, നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുങ്ങിയാൽ എന്തും നടക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സാമൂഹിക നന്മയൊക്കെ ഒന്ന് മുൻനിർത്തി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അവസാനമായി എനിക്ക് പറയാനുള്ളത്,
പ്രായത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവുക. ഒരു മെഷീനിലോ ടേപ്പിലോ കാണുന്ന നമ്പറിനേക്കാൾ ഉയർന്നതാവണം നിങ്ങളുടെ ആത്മാഭിമാനം. ആർത്തവ വിരാമത്തിൻ്റെ മുന്നോടിയായി നമ്മുടെ ശരീരത്തിൽ വരുന്ന, അതുപോലെ തന്നെ മാനസികമായി വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പോസിറ്റീവായിട്ട് നേരിടുക. രോഗങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതാണ് രോഗം വരാതെ നോക്കൽ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ആർത്തവ വിരാമം വളരെ സങ്കീർണമായ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒരു സുനാമി എന്ന് തന്നെ നമുക്ക് പറയാം. കൂടി വരുന്ന വയറിലെ കൊഴുപ്പും മാറുന്ന ഷേപ്പും ആന്തരിക അവയവങ്ങളിലെ കൊഴുപ്പും ഇതൊക്കെ കുറക്കാനായി ആരോഗ്യമുള്ള ഒരു ജീവിതശൈലി നിങ്ങൾ ശീലിക്കുക. നല്ല ഉറക്കം, അതുപോലെ തന്നെ മാനസികാരോഗ്യം, ഇവ നിങ്ങൾ അവഗണിക്കരുത്. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, യു ബ്യൂട്ടിഫുൾ ലേഡീസ് ഔട്ട് ദെയർ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.